ഒരിക്കലും ഒരാളെ പറ്റിക്കരുത്. അത്രയ്ക്ക് സങ്കടമുണ്ട്. ഒരിക്കലും ഒരു ബ്രാൻഡ് ആയിക്കോട്ടെ ഒരാളായിക്കോട്ടെ ഇങ്ങനെ ഒരു തട്ടിപ്പ് കാണിച്ചിട്ട് ആരെ നിങ്ങൾ പറ്റിക്കരുത്. പറ്റിക്കാനായിട്ട് ജീവിക്കരുത് നിങ്ങൾ ഒരിക്കലും. പക്ഷെ ആ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിൽ അവരെന്ത് പ്രൊഡക്റ്റാ കൊടുക്കുന്നതെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു വീഡിയോനെ സംബന്ധിച്ച് അതിന്റെ ഷോർട്സ് റീലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അധികം ആളിലേക്കൊന്നും എത്തിയിട്ടില്ല. അത് കാരണമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതൊരു ബ്രാൻഡിൽ നിന്ന് ഞാൻ എക്സാമ്പിൾ ഞാൻ കാര്യത്തിലേക്ക് വരാം, അധികം വലിച്ചു നീട്ടുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ടില്ല, കുറച്ച് ദിവസങ്ങൾ മുന്നേ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും ഇപ്പൊ ഒരു മാസം ആവാനായിട്ടുണ്ടാവും. കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കാട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് എനിക്ക് ഒരു കൊളാബറേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊമോഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അവരെനിക്ക് പ്രൊഡക്റ്റ് അയച്ചു തരുന്നുണ്ടായി. പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഷേപ്പ് വെയർ ആയിരുന്നു. നോർമലി നമുക്ക് നമ്മുടെ ടമ്മി ടക്കറൊക്കെ ആയിട്ട് നമ്മുടെ വയറൊക്കെ ഷേപ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പ് വെയർ ആയിരുന്നു അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇവരെങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്ത സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അപ്പൊ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ പേര് വന്നിട്ട് ജിത്തു എന്നാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് 19 or 20 ഏജ് ഒക്കെ ഉള്ളൂ. അപ്പൊ അവരുടെ ഒരു പുതിയ ബിസിനസ് ആണ്, സ്റ്റാർട്ടപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. കാരണം ഒരു പുതിയ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് അത് നല്ല കാര്യമാണ്. നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഏതൊരു സംരംഭം ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു നാട്ടിലൊരു ഷോപ്പ് ആണെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ. സോ ഞാൻ അതും കൂടെ കണ്ടിട്ടാണ് നമ്മൾ അവരുമായിട്ട് അപ്രോച്ച് ചെയ്ത് ഓക്കെ അവരെനിക്ക് പ്രൊഡക്റ്റ് 2-3 ദിവസത്തിലുള്ള അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് റീല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നോർമലി അങ്ങനെയാണല്ലോ റീൽ ഓർ ഷോർട്സ്. അപ്പൊ റീല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ റീലൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ ഒരു റീലൊക്കെ ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്യണ്ടായി. അവരെ ഞാൻ കൊളാബ് ചെയ്തു, പേജ് കൊളാബ് ചെയ്തിട്ടു. സാധാരണ അങ്ങനെയാണല്ലോ. അവര് അതുപോലെ എന്റെ കൊളാബ് അക്സെപ്റ്റ് ചെയ്തു. അവരുടെ പേജിലും എന്റെ പേജിലും ഒരു വീഡിയോ കിടപ്പുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ പേജ് നോക്കിയപ്പോൾ ആ ഒരു വീഡിയോ അവരുടെ പേജിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെന്തുകൊണ്ട് അവരുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു വീഡിയോ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാവുണ്ടായില്ല. പക്ഷെ എന്റെ പേജിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു. അത് 400K കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വീഡിയോ. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്റെ അക്കൗണ്ടിൽ ചെക്ക് ചെയ്താൽ കാണത്തില്ല. കാരണം ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 400 സംതിങ്, എനിക്ക് തോന്നുന്നു 450,000 ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതായത് 4,50,000 സംതിങ് ഒക്കെ വ്യൂ വന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു. അത് കാരണം തന്നെ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരും ഇത് ഫേക്ക് പ്രൊഡക്റ്റ് ആണ്, എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിട്ടേൺ പോവുകയാണ്, പ്രൊഡക്റ്റ് ആരും വാങ്ങിക്കല്ലേ, തട്ടിപ്പാണ്, പറ്റിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ. സോ എനിക്കൊരു കുട്ടി ഇതിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 തവണയായിട്ട് റിട്ടേൺ പോവുകയാണ്. അതായത് അവർക്ക് പ്രൊഡക്റ്റ് നമ്മുടെ കൊറിയർ ചെയ്യുന്ന ആള് അവരോട് മുൻകൂട്ടി വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ഉണ്ടായിരിക്കില്ല, അതെന്തോ ഒരു ഫേക്ക് ആണെന്ന് തോന്നുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് കാരണം ഇവര് റിട്ടേൺ ചെയ്തു. അതുപോലെ തന്നെ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല എന്നുള്ള 2 തവണ ഇതുപോലെ ഉണ്ടായി. സോ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എന്നാൽ 3ാമത്തെ ഒരു തവണ നിങ്ങൾ റിസ്ക് എടുക്കണ്ട, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുള്ളത് പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം വലിയൊരു ആശ്വാസം, ക്യാഷ് ഓൺ ഡെലിവറിയും കൂടെ ആണല്ലോ എന്നുള്ളത്. അപ്പൊ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഞാൻ അവരായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ എന്താണ് ഇങ്ങനെ എന്നുള്ളത്. സോ ഇങ്ങനെയൊക്കെ കണ്ട സ്ഥിതിക്ക് ഞാൻ എന്തായാലും ആ ബ്രാൻഡായിട്ട് കണക്ട് ചെയ്ത് നോക്കി ഇതെന്താണ് ഇങ്ങനെ 2-3 തവണ മെസ്സേജ് അയച്ചു. എന്നിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും എനിക്ക് റിപ്ലൈ തന്നു കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ആഡ് വേറെ ആരൊക്കെയോ റൺ ചെയ്യുന്നുണ്ട്, ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് വാങ്ങിയവരാണ് തോന്നുന്നു ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്. നമ്മളെ ലിങ്ക് കറക്റ്റ് നമ്മുടെ ലിങ്കിൽ തന്നെ വാങ്ങാൻ പറയും, നമ്മുടെ പേജിൽ നിന്ന് ലിങ്കിൽ തന്നെ വാങ്ങാൻ പറയുക. പിന്നെ കൺഫർമേഷൻ കോൾ ഒക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് കറക്റ്റ് അവര് മെസ്സേജ് ഒക്കെ അയക്കാൻ പറയും, എന്നിട്ട് മാത്രം പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി എന്ന് പറയാൻ പറഞ്ഞു.
അപ്പൊ ഞാൻ ഇവര് തന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് അവര് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, നമ്മൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെയും കമന്റ്സ് ഇങ്ങനെ തന്നെയാ വന്നോണ്ടിരിക്കുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്റെ കൊളീഗ് ആയിട്ടുള്ളൊരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ ആഡോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോളിഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് എന്റെ ആ ഒരു സെയിം റീൽ എടുത്തിട്ട് അവർ ആഡ് റൺ ചെയ്യാണ്. അങ്ങനെ എനിക്ക് അതിനെപ്പറ്റിയൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. എന്താണ്, എങ്ങനെയാണ് ആഡ് റൺ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് എന്റെ പോളിസി കാര്യങ്ങൾ, എനിക്കൊന്നും അറിഞ്ഞില്ല. ഇവരെന്നോട് അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല, എന്റെ പെർമിഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇവര് വന്നിട്ട് എന്റെ ആഡ് റൺ ചെയ്യുന്നു. പക്ഷെ ഈ കുട്ടി പറഞ്ഞത് ഇതല്ലായിരുന്നു. അപ്പൊ ഫോളിഗ്രോയിൽ ആഡ് റൺ ചെയ്യുന്നത് 2 ദിവസം മുന്നേ എന്റെ ശ്രദ്ധയിലും പെട്ടു. അപ്പൊ ഞാൻ കരുതി റീല് ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഡിലീറ്റ് ആക്കിയത്, ഇവർക്ക് ആഡ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാനാവും എന്നൊക്കെ ഞാനും കരുതി. കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഞാനൊന്നും ഇവരോട് ചോദിക്കാനൊന്നും നിന്നില്ല. അതിന്റെ ഇടയ്ക്കാണ് എന്റെ കൊളീഗായിട്ടുള്ള ഒരു കുട്ടി പറയുന്നത്, ഷീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജില്, അതൊരു പേജ് എന്ന് പറയാൻ അങ്ങനെ ഒരു പേജായിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാനുമില്ല, പക്ഷെ FB പേജ് ആണ് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ സൈഡിൽ കൊടുക്കുക. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു, എനിക്ക് കാണിച്ചു തന്നു. ഞാൻ നോക്കിയപ്പോ എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത, എനിക്ക് അറിയ കൂടെ ഇല്ലാത്തൊരു പേജ്, പക്ഷെ എന്റെ റീല് വെച്ചിട്ട്, എന്റെ ആ ഒരു വീഡിയോ വെച്ചിട്ട് ഇവര് ആഡ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി അവര് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടായിരിക്കും പലരും. പക്ഷെ ആ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിൽ അവരെന്ത് പ്രൊഡക്റ്റാ കൊടുക്കുന്നതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിലിപ്പോ ഫോളിഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പേജസ് തന്നെയാണോ ഈ ഒരു ഷീ ഷോപ്പ് എന്ന് പറഞ്ഞുള്ള പേജ് റൺ ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇതിലിപ്പോ ഫോളിഗ്രോ നല്ല പ്രൊഡക്റ്റ് തന്നെയാണോ കൊടുക്കുന്നത്, ഇതൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കാര്യം, ഈ ഒരു ഷീ ഷോപ്പിൽ എന്തുകൊണ്ടാണ് എന്റെ ആഡ് റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് അവർക്ക് കിട്ടിയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫോളിഗ്രോ എന്ന് പറഞ്ഞുള്ള പേജിൽ ഒരുപാട് ഞാൻ മെസ്സേജ് അയച്ചു, ഒരുപാട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അതായത് സാധാരണ നമ്പറിൽ ഞാൻ വിളിച്ചു നോക്കി, അതുപോലെ വാട്സപ്പിൽ ഞാൻ വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെസ്സേജ് ഞാൻ അയച്ചു, കുറെ വാർണിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യും, എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, നിങ്ങളെന്താ ഫേക്ക് ആണോ, അങ്ങനെ ഒരുപാട് തരത്തിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടും ഇവരെനിക്ക് ഒരു റെസ്പോൺസും തരുന്നില്ല. അപ്പൊ എനിക്ക് ആകെ സത്യം പറഞ്ഞ ടെൻഷനായി. ഇത് എന്താ ചെയ്യുക, ആൾക്കാരേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് വല്ല തട്ടിപ്പാണോ? കാരണം എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് നല്ലതാണ്. നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷോപ്പിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് എന്തെങ്കിലും വാങ്ങുക, ഇനിയിപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൈ കിട്ടിയതിനെ പറ്റില്ല നമ്മൾ പറയാ. എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് നല്ലതായിട്ട് തോന്നി. കാരണം ഇതിന് മുന്നേ ആയാലും ഞാൻ ടമ്മി ടക്കർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടമ്മി ടക്കർ എന്ന് വെച്ചാൽ നല്ലതായിട്ട് വയറ് ഭയങ്കര ഷേപ്പായിട്ടൊക്കെ വെക്കും. പക്ഷെ നമുക്കൊരു തികച്ചൊരു 3-2 മണിക്കൂർ അത് ഇടാൻ കഴിയില്ല. അപ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇടങ്ങേറാണ്, നമുക്ക് ഫുഡ് കഴിക്കാൻ വരെ കഴിയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഒരു മീഡിയം സപ്പോർട്ട് നമ്മുടെ വയറിന് തരുന്നുണ്ട്. അതിന് കൂടാതെ തന്നെ നല്ല കംഫർട്ടാണ് അത് വരണം. നല്ല കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഞാനൊരു ഫുൾ ഡേ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു, 2-3 ദിവസം. എനിക്ക് ഒരു പ്രശ്നം തോന്നിയില്ല. അതിപ്പോ എന്റെ സിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ എന്റെ ക്വാളിറ്റിക്കൊന്നും എനിക്ക് പ്രശ്നം തോന്നിയില്ല. അവളായാലും സാധാരണ വാഷ് ചെയ്യുന്ന രീതിക്കൊക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അവളും പ്രശ്നം പറഞ്ഞില്ല. അപ്പൊ ആ ഒരു ടമ്മി ടക്കർ ഇപ്പൊ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇല്ല കേട്ടോ, ഒരു വീഡിയോ എടുക്കുന്ന ടൈമില്. അപ്പൊ അത് കാരണമാണ് നിങ്ങളിലേക്കും ഞാൻ ആ വീഡിയോ ചെയ്തത്. അതല്ല എന്റെ കയ്യിൽ ഇതുപോലെ പന്ന പ്രൊഡക്റ്റ് ആണ് കിട്ടിയത്, തീരെ കൊള്ളാത്തതാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ അല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണെന്നുള്ളതിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവരെനിക്കിപ്പോ റിപ്ലൈ തരുന്നില്ല. അങ്ങനെ റിപ്ലൈ തരാത്ത പക്ഷെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, അവരെന്നെ പറ്റിച്ചു എന്നല്ലേ, അല്ലെങ്കിൽ അവർ തട്ടിപ്പാണെന്നല്ലേ ഞാൻ കരുതേണ്ടത്. അതല്ലെങ്കിൽ അവരെനിക്ക് റിപ്ലൈ തരണം, മാം ഇങ്ങനെയാണ് ഒരു സംഭവം, ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, കമന്റ് ബോക്സിൽ ഒരു ഒറ്റ ആൾ നല്ലത് അതിനെപ്പറ്റി പറയുന്നില്ല. ഫുൾ ഇതുപോലുള്ള കമന്റ്സ് മാത്രമേ ഉള്ളൂ. അത് പോരാതെ ഈ ഒരു ഷീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൾക്കാർ ഇത് എന്താണെന്നോ ഏതാണെന്നോ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ യാതൊരുവിധ പെർമിഷനും ഇല്ലാണ്ട് അവർ ആഡ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള വെറുതെ ആഡ്സ് ഒക്കെ കണ്ടിട്ടുള്ള പേജിലൊന്നും കയറിയിട്ട് ഒരിക്കലും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇതില് കമന്റ് ബോക്സിലൊക്കെ തട്ടിപ്പാണ്, പോടി, എന്തൊക്കെയൊക്കെ പറഞ്ഞ് ബാഡ് കമന്റ്സ് ആ ഒരു ഷീ ഷോപ്പിന്റെ കമന്റ് ബോക്സിൽ നോക്കുമ്പോ എന്നെയാണ് തെറി വിളിക്കുന്നത്. അതിന് ഞാനും അവരുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് ഞാൻ എങ്ങനെ അവരുടെയായിട്ട് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. സോ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു പേജ് എങ്ങനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക, അല്ലെങ്കിൽ പേഴ്സണലി എന്നെ ഒന്ന്
എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അറിയിക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. AMS Vlogs എന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വന്നിട്ട്. സോ നിങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് അവരെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാനോ എന്താ ചെയ്യാന്നുള്ളത് എനിക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം. കാരണം എന്റെ ഒരു വീഡിയോ വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതിന് തുല്യമാണ്. കാരണം ഞാനാണ് അവിടെ കുറ്റക്കാരിയായി പോകുന്നത്, ഞാൻ അവരെ നിങ്ങളെല്ലാരും പറ്റിക്കുന്നതിന് തുല്യം. കാരണം എന്റെ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ ഇത് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഓർഡർ ചെയ്യുക. കയ്യിൽ കിട്ടുമ്പോ ഇത് വേറെ പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ആ സെയിം പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഇതിൽ ഏതൊരു ആശ്വാസം എനിക്ക് തോന്നുന്നു ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് അവര് എന്നെ കോണ്ടാക്ട് ചെയ്ത കുട്ടിയും പറഞ്ഞത് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നാണ്. സോ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഈ പ്രൊഡക്റ്റ് എന്നല്ല, ഇനി ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ആഡും അവരുടെ പേജൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് പൊട്ടയാണ് എന്നുള്ളത്. എനിക്ക് ഫോളിഗ്രോ കണ്ടപ്പോ അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ ഈ ഷീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഫോളിഗ്രോ എന്നുള്ള പേജ് ആയാലും എനിക്ക് റിപ്ലൈ തരാത്തത് കൊണ്ടാണ് എനിക്കിപ്പോ തോന്നുന്നത് ഇവരെന്തുകൊണ്ട് ഇവര് ഫ്രോഡ് ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ 2 പേജിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ബാഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, എന്നെ പേഴ്സണലി അറിയിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസർ ചേച്ചി, അവരുടെ വീഡിയോ എടുത്തിട്ടു ഞാൻ കണ്ടു. ഇതും ആഡ് ആയിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, റിയൽ ആയിട്ടല്ല. ആഡ് ആയിട്ട് ഞാൻ കാണുന്നതും ഇവര് പറയുന്നത് നല്ല ഷേപ്പിൽ നിൽക്കുന്നു, അങ്ങനെയാണ്, നല്ല ക്വാളിറ്റി ആണെന്ന്. പക്ഷെ പറയുന്നത് ഇവരെ പ്രൊഡക്റ്റിനെ പറ്റിയല്ല. ആ ഒരു ഭാഗം ഇവര് കട്ട് ചെയ്തിട്ട് ഇവരൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇവർ ആഡ് ആയിട്ട് റൺ ചെയ്യാണ്. അപ്പൊ കാണുന്നവരിൽ എന്താ ഗ്ലാമി ഗംഗ വരെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അത്രത്തോളം നമ്മളെ എന്താ പറയാ അറിയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും വിശ്വസിച്ച് പോവുമല്ലോ. അപ്പോ അവര് വരെ ചെയ്തു എന്നുള്ളൊരു തോട്ടാണ് ആളിലേക്ക് എത്തുന്നത്. ഇതേ ഇൻസിഡന്റ് ആണ് ഇപ്പൊ എന്റെ വീഡിയോ എടുത്തിട്ട് എന്റെ സമ്മതം ഇല്ലാണ്ട് ഇവര്, പക്ഷെ ഫോളിഗ്രോ എന്നുള്ള പേരൊക്കെ ഞാൻ പറയുന്നത് ആ ഭാഗം ഒന്നും അവർ കട്ട് ചെയ്തിട്ടില്ല, ഈ ഷീ ഷോപ്പ് എന്ന് പറയുന്നവര്. അപ്പൊ അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത കാര്യങ്ങൾ, വിളിച്ച ഡീറ്റെയിൽസ്, ഈ ഷീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ സ്ക്രീൻഷോട്ട്, ഇതെല്ലാം ഞാൻ ഇവിടെ കൊടുക്കാം. ഷീ ഷോപ്പ് എന്ന് പറഞ്ഞത് ഇൻസ്റ്റയിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടുന്നില്ല. FBയിൽ അങ്ങനെ ഒരു പേജ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 38 ഫോളോവേഴ്സ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കണ്ടു. അപ്പൊ അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. സോ പിന്നെ നിങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റി എന്താന്നുള്ളത്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്നെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആരെങ്കിലും ഇതിൽ പോയി വാങ്ങണ്ടെന്ന് കരുതിയിട്ടാണ്. എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണമാണെന്നുണ്ടെങ്കിൽ അതിന് സോറി പറയുന്നു. എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് നല്ലതായത് കാരണം മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇന്നലെ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ 2 ദിവസം മുന്നേ എനിക്കൊരു ഇൻഫ്ലുവൻസർ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ഇതുപോലെ ചെയ്തു, ഇവര് തട്ടിപ്പാണെന്ന് തോന്നുന്നു, അവരുടെ കസിന് ഓർഡർ ചെയ്തപ്പോ ഇങ്ങനെ എന്തോ ആണ് പ്രൊഡക്റ്റ്, കുഴപ്പമില്ലാതെ കിട്ടിയത്, പക്ഷെ വേറെ കുറെ കമന്റ്സ് ഇങ്ങനെയൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എനിക്ക് കിട്ടിയിട്ടില്ല, അവരിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഇപ്പൊ ഞാൻ പബ്ലിക്കിലേക്ക് ഞാൻ ഇപ്പൊ പറയുന്നത്. ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സോ കണ്ടന്റ് ക്രിയേറ്ററോ ഒക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. കാരണം എനിക്ക് അറിയില്ലായിരുന്നു ഈ ആഡ്സ് ഒക്കെ റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു പെർമിഷൻ വേണം, അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിനോടൊക്കെ ഇപ്പൊ ഞാൻ പലരുമായിട്ടും ഞാൻ വിളിച്ചു, എന്റെ നാട്ടിലുള്ളവരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു. അവരൊക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ അവര് പറഞ്ഞു എന്നോട് എത്രയും പെട്ടെന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അതായത് ഇതിന് അഗെയിൻസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ പറയണം, ആളുകളിലേക്ക് എത്തണം എന്നുള്ളത്. അത് സംബന്ധിച്ച് ഞാൻ അതറിഞ്ഞ അപ്പൊ തന്നെ ഞാനൊരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അധികം പേരിലേക്ക്, എനിക്ക് തോന്നുന്നു 6000 പേരിലേക്ക് എങ്ങാണ്ട് എത്തിയിട്ടുള്ളൂ. സോ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോയെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരാളെ പറ്റിക്കരുത്. അത്രയ്ക്ക് സങ്കടമുണ്ട്. ഒരിക്കലും ഒരു ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരാളായിക്കോട്ടെ, ഇങ്ങനെ ഒരു തട്ടിപ്പ് കാണിച്ചിട്ട് ആരെ നിങ്ങൾ പറ്റിക്കരുത്. ക്യാഷ് വെറുതെ എന്താ പറയാ ഒരാളെ ഇതുപോലെ ഫേക്ക് പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തിട്ട്, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരാളെ ഇങ്ങനെ പറ്റിക്കരുത്. പറ്റിക്കാനായിട്ട് ജീവിക്കരുത് നിങ്ങൾ ഒരിക്കലും. കാരണം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. 2-3 ദിവസം ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞാൻ കാരണമായല്ലോ എന്നുള്ളത്. കാരണം ഒരാള് പുതിയൊരു ബിസിനസ് തുടങ്ങി, ഞാൻ അത്രേ അതിനെ കരുതിയിട്ടുള്ളൂ. പിന്നെ അവരുടെ പേജ് പോയി നോക്കിയപ്പോ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, അതുപോലെ അത്യാവശ്യം പേര് റീൽസ് ചെയ്തിട്ട് അത്യാവശ്യം റീച്ച് ഉണ്ട്. അപ്പൊ അതിലൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളും ഓക്കെ, നമ്മുടെ കൈ കിട്ടിയതും ഓക്കെ പ്രൊഡക്റ്റ് ആണെന്ന് കരുതിയത്. സോ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായ ഒരു കാര്യത്തില്. അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല, ഇനി എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക്
ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള ആഡുകളോ കാര്യങ്ങളോ ഒന്നും പോയി ക്ലിക്ക് ചെയ്തിട്ടൊന്നും വാങ്ങാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾ അവെയർ ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. പുതിയ ഏതെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.